ചില ദിവസം നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നോക്കാൻ സ്ക്രാപ്പിലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ സ്ക്രാപ്പ് പോയിന്റ് വെച്ചാൽ അതൊരു ലക്കിയിലാണ് കിട്ടുക. അപ്പോൾ ബൾബ്, അതായത് ബൾബിൻ്റെ 2-3 ബൾബുകൾ കേടായപ്പോൾ ബൾബിൻ്റെ കേസ് എടുത്തിട്ട് ബൾബിൻ്റെ ഈ ബോർഡ് മാറ്റിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ബോർഡുകൾ ഏകദേശം ഒരു 30-40 റേഞ്ചിൽ കിട്ടും. അപ്പോൾ അത് ഒരു 3-4 ഉണ്ട്, അതിലും കൂടുതലുണ്ട്. അപ്പോൾ അത് ഇതേപോലത്തെ ഇതിൽ സൂട്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബൾബ് കൊടുത്ത് ആ ഒരു ബോക്സിൽ കിടന്നിരുന്നൊരു ബൾബാണ് ഇത്. ഏകദേശം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. ഇതൊരു വൈഫൈ ക്യാമറ ഉള്ള ബൾബാണ്. സെൻട്രൽ ക്യാമറ, ഇവിടെ ഒരു സൈഡ് ഭാഗത്ത് ഇതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. അതേപോലെ അതൊക്കെ സെൻസർ കാര്യങ്ങൾ, ഇതിൽ ലൈറ്റും വരും. അതാണ് ഈ ഒരു ബൾബ്. ഏകദേശം ഒരു 1500 ആ റേഞ്ചിൽ വരുന്ന വൈഫൈ ക്യാമറ ബൾബാണത്. നമ്മൾ രണ്ടും കൂടിയിട്ട് ഇത് എത്ര വരിക ചോദിച്ച്, അപ്പോൾ എത്ര വരുമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇതൊരു 50 രൂപ റേഞ്ചിൽ തന്നാളെ പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ പോണത് കാരണം 50ലും കുറച്ചിട്ടാണ് തന്നത്. ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ ഈ നോക്കുന്ന കാഴ്ചപ്പാടിൽ വയറോ കാര്യങ്ങളോ വിട്ടോ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കാണാനില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് അഴിച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലൊരു SMBS ഉണ്ട്. ഈ SMBS കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇത് വർക്ക് ചെയ്യാതിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയെന്ന് അറിയില്ല. ഇത് കംപ്ലീറ്റ് അഴിച്ച് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ഓക്കെ, നമുക്ക് ഇത് ഈ ഭാഗം സ്കാനിങ് ചെയ്ത് വൈഫൈ വിത്ത് കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാം. അതല്ല വെച്ചാൽ എന്തെങ്കിലും വർക്കിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ള രീതിയിൽ എടുത്തതാണ്. ഈ ഒരു ബൾബ് ഓക്കെ. അതേപോലെ ഒരു ബൾബ് ഇത് 7 വാട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിത് ഉപകാരമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡാണ് കാണുന്നത്. ഈ ബോർഡിൽ കംപ്ലൈൻറ്റ് ഇത് കൊടുത്താൽ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നില്ല. കംപ്ലൈൻ്റ് ഉള്ള കാരണം അത് ഇതേപോലെ ഒഴിവാക്കിയിട്ടുണ്ടാകും. ഈ ഒരു ബോർഡാണ് ഒഴിവാക്കി എടുക്കുക. ഇതിൽ കിട്ടാവുന്നൊരു ചെറിയ ഇതിന് സെയിം ബോർഡുകളുണ്ട്. ഏകദേശം 30-40 രൂപ റേഞ്ചിലുള്ള ബോർഡുകളാണ്. ഇതൊന്ന് ഫിക്സ് ചെയ്യുക. ഡയറക്റ്റ് ഈ ലൈന് സോൾഡർ ചെയ്തെടുത്തിട്ട് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ ഒരു 4-5 ബൾബിനുള്ളതൊക്കെ പോയി നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ 2 ബൾബ് ഉണ്ടപ്പോൾ അതിനെടുത്ത് ഇപ്പോൾ ഒരു ആവശ്യമുള്ളൊരു ബൾബ് മാത്രമേ ഉള്ളൂ, അതായത് ചെറിയ ബൾബ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 5 വാട്ട് 7 വാട്ടിൻ്റെ ഒക്കെ ഒരു ഇതേപോലത്തെ കോംബോ ബോർഡാണ്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ആദ്യം ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഈ 2 വയറുണ്ട് ഡീസോൾഡർ ചെയ്യുക. അപ്പോൾ ഇതിന് സെയിം ബോർഡ് വയ്ക്കുക, ഇത് വർക്കിംഗ് വെക്കുക, അത്രയുള്ള പരിപാടി. ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുള്ള സാധനങ്ങൾ മിക്കവാറും ഇതിൽ ഈ LED പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ, പിന്നെ ഇതിൽ ഇതേപോലുള്ള ഈ കമ്പോണൻസ് SMD കമ്പോണൻസ് ഇതൊന്നും വല്ലാതെ ചകയാൻ നിൽക്കാറില്ല. ഈ ബോർഡ് കംപ്ലൈൻ്റ് ആയതാണ് മാറ്റുക, വേറെ ബോർഡ് വയ്ക്കുക. അത് നമുക്ക് സിമ്പിളാണ്. പിന്നെ ഏകദേശം ഇങ്ങനത്തെ ബൾബിന് ഏകദേശം ഒരു 50, 60, 70 റേഞ്ച് വരും. ഇതാകുമ്പോൾ 10 റുപ്യ കൊടുത്ത ഈ സാധനം കിട്ടും. കേസ് നമുക്ക് എടുക്കുക, ഫിറ്റിങ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. പിന്നെ ഇതുമല്ലാണ് കുറച്ച് കളിക്കാനുള്ളത്. ഡയറക്റ്റ് ഇപ്പോൾ ഇത് കൊടുക്കാൻ ഇതിൻ്റെ ഹോൾഡർ കയ്യിലില്ല. ഈ വയർ നമുക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് കൊടുത്ത് നോക്കുക. വർക്കിംഗ് ആവുകയാണെന്ന് വെച്ചാൽ ലക്കി. വർക്കിംഗ് ആയി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മൊത്തം അഴിച്ച് ക്ലിയർ ചെയ്തണം. എന്നിട്ട് നമ്മൾ ഒന്ന് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി ഇതിൻ്റെ അഴിക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.